ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അക്കൗണ്ടൻസിയിലെ ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി സിലബസിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുക, പഠിച്ച കാര്യം മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര കംപ്ലീറ്റ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ അക്കൗണ്ടൻസിയിൽ ഒന്ന് കഴിഞ്ഞു, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ഒരു പ്രോബ്ലമാണ്. മാത്സിൽ നമുക്ക് ഇത് നോക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് പി ആൻഡ് എൽ, ഇതൊരു കാൽക്കുലേഷൻ സിമ്പിളാണ്. മാക്സിമം ഇതിൻ്റെ പ്രോബ്ലംസ് വെറൈറ്റി പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്. ഇപ്പോൾ നമ്മുടെ സമ്മറി നോട്ട്സ് നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് പ്രൈസ്. നമുക്ക് സംഭവം അറിയാം, ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ഉൽപ്പാദിക്കാൻ പറ്റുന്ന കോസ്റ്റ്, അതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ 100 രൂപ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 120 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ 120 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് അതിൻ്റെ 100. പിന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ്. ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ സെല്ലിംഗ് മൈനസ് കോസ്റ്റ് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ലോസ് ആണ്. ഡിസ്കൗണ്ട്, ചില സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ടോട്ടൽ അതിൻ്റെ മാർക്ക് പ്രൈസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിന് 100 രൂപ വെച്ചിട്ടുണ്ടാവും, 10% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 90 രൂപയാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് ഇൻറ്റു 100 ആണ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. ലോസിൻ്റെ പെർസെൻറ്റേജ് നേരെ ലോസ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. പിന്നെ സെല്ലിംഗ് പ്രൈസ് കണ്ടെത്താൻ നേരത്ത് കോസ്റ്റിൻ്റെ ഒപ്പം എത്രയാണ്, ഇപ്പോൾ 20% ആണ് പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റ് പ്ലസ് സി പ്ലസ് 20%, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ലോസ് ആണെങ്കിൽ നേരെ മൈനസ് കോസ്റ്റിൽ നിന്ന് 100 എത്രയാണോ ലോസിൻ്റെ പെർസെൻറ്റേജ് അത് മൈനസ് ചെയ്താൽ മതി. അടുത്തത് കോസ്റ്റ് പ്രൈസ് കണ്ടെത്താനാണെങ്കിൽ എത്രയാണോ സെല്ലിംഗ് പ്രൈസ് അതേ ഡിവൈഡ് ബൈ നമ്മുടെ എത്രയാണോ പ്രോഫിറ്റ് അത് ചെയ്താൽ മതി. അതങ്ങനെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് 125 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആണെങ്കിൽ ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. ഇനി അടുത്ത ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡിസ്കൗണ്ട് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100 അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കിട്ടുന്നത്. ഇപ്പോൾ സക്സസീവ് ഡിസ്കൗണ്ട്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിസ്കൗണ്ട്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ നെറ്റ് എഫക്റ്റ് എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനാണ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുക, ഇതിൻ്റെ 30% എന്ന് പറയുന്നത് അതല്ല, ശരിക്കും ഇതിൻ്റെ 30% അല്ല വരുന്നത്. എഫക്റ്റീവ് ഡിസ്കൗണ്ട് നോക്കാൻ നേരത്ത് ഈ ഒരു ഫോർമുല ഓർത്തിരുന്നാൽ മതി. എ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു ബി ബൈ 100. അപ്പോൾ ഇവിടെ 10 20 ആകുമ്പോൾ 10 പ്ലസ് 20 അപ്പോൾ 30 മൈനസ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 200 ബൈ 100 അപ്പോൾ 2. അപ്പോൾ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28% ആണ്. അപ്പോൾ ഇതുപോലെയാണ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് കണ്ടെത്തുന്നത്. അടുത്തത് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസിൻ്റെ പെർസെൻറ്റേജ് ഇത് തന്നെ, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഇത്ര ഇക്വേഷൻ. അതിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ എഫക്റ്റീവ് ഡിസ്കൗണ്ടിൻ്റെ ഇക്വേഷനാണ് ഓർത്തിരിക്കേണ്ടത്. എ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു ബി ബൈ 100. ഇതാണ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്നുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എ ഷോപ്പ് കീപ്പർ ബൈസ് എ ബുക്സ് ഫോർ 200 ആൻഡ് സെൽ ഫോർ 240. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അപ്പോൾ ഇത് സിമ്പിൾ ആൻസർ ആണ്. 240 മൈനസ് 200 ബൈ 200 ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ 20% ആണ് ആൻസർ വരുന്നത്. 40 ബൈ 200. കോസ്റ്റ് പ്രൈസ് 200 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആൻസർ കിട്ടും ഇൻറ്റു 100. അപ്പോൾ 20%. അപ്പോൾ ആൻസർ വരുന്നത് 20% ആണ്. ഇനിയിപ്പോൾ എ പേഴ്സൺ സെൽസ് എ മൊബൈൽ ഫോർ 6000 അറ്റ് 20% ലോസ്. അപ്പോൾ 20% ലോസിലാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? അപ്പോൾ നമ്മളതിന് എത്ര രൂപ വാങ്ങിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലോസിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് കണ്ടെത്താൻ വേണ്ടി 6000 ഡിവൈഡഡ് ബൈ 6000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് 20% ആണ്. അപ്പോൾ 6000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% ആയിരിക്കും. അപ്പോൾ 80 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലെ ഷോർട്ട് കട്ട് മെത്തേഡിലും നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ ആൻസർ 7500 ആണ് ആൻസർ വരുന്നത്. പിന്നെ ഷോപ്പ് കീപ്പർ മേക്സ് ആൻ ആർട്ടിക്കിൾ അറ്റ് 500 ആൻഡ് ഗീവ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. വാട്ട് ഈസ് എ സെല്ലിംഗ് പ്രൈസ്? ഇത് സിമ്പിൾ ചോദ്യമാണ്. 500 രൂപയുടെ പ്രൊഡക്റ്റിന് 10% ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പോൾ 450 രൂപ. പിന്നെ എ മാൻ സെൽസ് എ പെൻ ഫോർ 60 ആൻഡ് ഗെയിൻസ് 20%. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി പെൻ? അപ്പോൾ ഒരാൾ 60 രൂപയ്ക്ക് ഒരു പേന വിറ്റു, അപ്പോൾ 20% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120% ആണ്. അപ്പോൾ ഇത് ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും.
അപ്പോൾ കോസ്റ്റ് പ്രൈസ് 50 ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ 50 ആണ് ആൻസർ. ആൻ ആർട്ടിക്കിൾ മാർക്കറ്റ് 800 ആൻഡ് സോൾഡ് ഫോർ 640. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? അപ്പോൾ ഇത് സിമ്പിളായിട്ട് കണ്ടെത്താൻ ഡിസ്കൗണ്ട്. നമുക്കിത് മാർക്ക് പ്രൈസ് അറിയാം, സെല്ലിംഗ് പ്രൈസ് അറിയാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും പെർസെൻറ്റേജ്. സിമ്പിളായിട്ട് കണ്ടെത്താം. If the cost price of an item is 1500 and it is sold at a profit of 25%, what is the selling price? ഇപ്പോൾ ഡയറക്റ്റ് നമുക്കിത് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. 1500 പ്ലസ് ഇൻറ്റു അല്ലെങ്കിൽ പ്ലസ് ചെയ്താൽ മതി. 125% ചെയ്താൽ അല്ലെങ്കിൽ 25% കണ്ടെത്തിയിട്ട് ആഡ് ചെയ്താലും മതി. പിന്നെ ഇഫ് എ ട്രേഡ് പ്രൈസ് ആൻ ആർട്ടിക്കിൾ ഫോർ 2400 ആൻഡ് സെൽസ് ഫോർ 1920, ഫൈൻഡ് ദ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് നമുക്ക് ഈസിയായിട്ട് കണ്ടെത്താം. ഇതിൽ നിന്ന് ഇത് ടോട്ടൽ സെല്ലിംഗ് ഇത് മൈനസ് ചെയ്താൽ മതി. 1920 മൈനസ് 2400 ചെയ്താൽ മതി. 480 ഡിവൈഡ് ബൈ 2400 ഇൻറ്റു 100. അപ്പോൾ 20% ആൻസർ കിട്ടും. ആൻ ആർട്ടിക്കിൾ ഈസ് മാർക്കറ്റ് 1200 ബട്ട് എ ഷോപ്പ് കീപ്പർ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 25%. വാട്ട് ഈസ് എ സെല്ലിംഗ് പ്രൈസ്? അപ്പോൾ ഒരു ഐറ്റം 1200 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 25% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഡയറക്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. 25% എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. എല്ലാം ചെയ്താൽ നമുക്ക് നമ്മുടെ സമയം പോകും. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്ന പോലെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ താഴെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒപ്പം എങ്ങനെ കിട്ടിയെന്നുള്ളത് ആൻസർ ചെയ്യുന്ന താഴെ തന്നെ സൊല്യൂഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിലത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓരോന്നും വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ താഴേക്ക് വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താൻ നോക്കുക. ഇതൊക്കെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഇപ്പോൾ ഇത് ആൻസർ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഫിഗേഴ്സൊക്കെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ വീണ്ടും കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് മറ്റൊരു സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ കേസ് പറഞ്ഞത്. അപ്പോൾ അല്ല, സക്സസീവ് ഡിസ്കൗണ്ട് അല്ല, ഇതിനകത്ത് ഫസ്റ്റ് 20% ഗെയിനും പിന്നെ 20% ലോസും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഒരു വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ആൻസർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സക്സസീവ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇവിടെ 3 ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഡിസ്കൗണ്ട് വരാൻ നേരത്ത് ഫസ്റ്റ് ഒരു ഫോർമുല ചെയ്യുക. അതിൻ്റെ ആൻസറായിട്ട് ഇപ്പോൾ 28% അതിൻ്റെ ആൻസറായിട്ട് അടുത്ത ഫോർമുല ചെയ്യുക, അടുത്ത ഡിസ്കൗണ്ട് ഇട്ട് ചെയ്യുക. സിമ്പിളാണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ സ്പീഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ സൊല്യൂഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കുന്നതിലോ ഓൾറെഡി അടുത്ത സിലബസ് എടുത്ത് പഠിക്കുക. എന്നിട്ട് നമ്മൾ ക്ലാസ് അനുസരിച്ച് നിങ്ങൾ റിവേഴ്സ് ചെയ്താൽ മതി. ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട. കാരണം നമ്മുടെ സമയം അനുസരിച്ച് പഠിക്കുക. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുക. എന്നിട്ട് ഞാൻ ക്ലാസ് ചെയ്യുന്ന സമയത്ത് റിവിഷൻ വീഡിയോ പോലെ ഇംഗ്ലീഷിൻ്റെ കണ്ടാൽ മതി. അപ്പോൾ എന്തെങ്കിലും അഡീഷണൽ പോയിൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ നോട്ട്സ് കിട്ടുകയാണെങ്കിൽ അത് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.